ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 70 വർഷത്തെ ബാബിലോൺ പ്രവാസത്തിൻ്റെ കൈപ്പേറിയ നാളുകൾക്ക് ശേഷം ഇസ്രായേൽ ജനത സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ അവർ പ്രതീക്ഷിച്ച ഒരു തിരിച്ചുവരവ് ആയിരുന്നില്ല അത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്നും സകല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുമെന്നും ജനം പ്രത്യാശിച്ചിരുന്നു. എന്നാൽ മടങ്ങിയെത്തിയ അവർക്ക് നേരിടേണ്ടി വന്നത് തകർന്നുപോയ നഗരവും ദാരിദ്ര്യവും കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളുമാണ്. ഈ സാഹചര്യം ജനങ്ങൾക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കി. മടങ്ങിയെത്തിയവർക്കിടയിൽ സാമ്പത്തികമായി വലിയൊരു അസമത്വം കടന്നു വന്നു. ധനികർ ദരിദ്രരെ ചൂഷണം ചെയ്യുകയും അധികാരം കൈയാളുന്നവർ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും ചെയ്തു. ഭക്തിയേക്കാൾ ഉപരിയായി സ്വാർത്ഥതയും അധികാരമോഹവുമാണ് അവരെ നയിച്ചത്. യെരുശലേമിൽ തിരിച്ചെത്തിയ അവരിൽ പലർക്കും സ്വന്തമായ വീടുകളോ കൃത്യമായ വരുമാനമോ കണ്ടെത്താനായില്ല. പ്രവാസത്തിന് മുൻപ് ഇസ്രായേൽ ഒരു വലിയ കുടുംബത്തെ പോലെ ഒത്തൊരുമയോടെ ആയിരുന്നുവെങ്കിൽ പ്രവാസാനന്തരം ആ ഐക്യം പൂർണ്ണമായും തകർന്നു. ഓരോരുത്തരും സ്വന്തം ലാഭം മാത്രം നോക്കി ജീവിക്കുന്നവരായി മാറി. സ്വന്തം ബന്ധുക്കളും സഹോദരങ്ങളും പട്ടിണി കിടക്കുമ്പോൾ പോലും അവർ അത് കാണാത്ത ഭാവം നടിച്ചു. ഇതിനിടയിലും തങ്ങളുടെ ആത്മീയ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഇതിന്റെ ഭാഗമായി അവർ പതിവായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയേറെ ഉപവസിച്ചിട്ടും തങ്ങൾ പ്രതീക്ഷിച്ച ഒരു ജീവിത ഉയർച്ച ലഭിക്കാത്തതിനാൽ അവർ ദൈവത്തോട് പരിഭവത്തോട് ചോദിച്ചു, ഞങ്ങൾ ഉപവസിച്ചിട്ടും നീ കാണാത്തത് എന്താണ്? ഞങ്ങൾ ഞങ്ങളുടെ ദേഹത്തെ പീഡിപ്പിച്ചിട്ടും നീ അറിയാത്തത് എന്താണ്? ദൈവത്തിന്റെ മറുപടി അവരുടെ നീതിയില്ലാത്ത ഉപവാസത്തെയും കപടത നിറഞ്ഞ ആചാരങ്ങളെയും അതിശക്തമായി വിമർശിക്കുന്നതായിരുന്നു. ഉപവസിക്കുന്ന ദിവസം പോലും അവർ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ശ്രമിക്കുകയും തൊഴിലാളികളെ പീഡിപ്പിക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്തിരുന്നു. ബാഹ്യമായ ഭക്തി പ്രകടിപ്പിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ നീതിയോ കരുണയോ ഉണ്ടായിരുന്നില്ല. വെറുമൊരു ദിവസം തല താഴ്ത്തിയിരിക്കുന്നതും ചാക്കുതുണി വിരിച്ചു കിടക്കുന്നതുമല്ല യഥാർത്ഥ ഉപവാസമെന്ന് ദൈവം അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പലപ്പോഴും ഉപവാസവും നോമ്പുമെല്ലാം ജീവിതത്തെ ശീലമാക്കുന്നവർ ദൈവത്തോട് ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്: എന്തുകൊണ്ട് എൻ്റെ നോമ്പും പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കുന്നില്ല എന്ന്. അന്ന് ഇസ്രായേൽക്കാർക്ക് നൽകിയ അതേ മറുപടി തന്നെയാണ് ഇന്ന് നമുക്ക് ദൈവം തരുന്നത്. ഉപവാസം എന്നത് നമ്മെ തന്നെ പീഡിപ്പിക്കലല്ല, മറിച്ച് മറ്റുള്ളവരുടെ പീഡനങ്ങളിൽ പങ്കുചേരലാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നാം മിച്ചം പിടിക്കുന്ന അംശം വിശക്കുന്നവൻ്റേതും നാം മാറ്റിവെക്കുന്ന സമയം വേദനിക്കുന്നവൻ്റേതുമാണ്. ആചാരങ്ങളുടെ ചട്ടക്കൂടുകൾക്കപ്പുറം സഹോദരന്റെ കണ്ണുനീർ തുടയ്ക്കാനും സാമൂഹിക നീതിക്കായി നിലകൊള്ളാനും നമുക്ക് സാധിക്കണം. നമ്മിലെ സ്വാർത്ഥതയുടെ നുകങ്ങൾ തകർക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ഉപവാസം അർത്ഥവത്താവുകയുള്ളൂ. മറ്റുള്ളവർക്ക് നീതി പകർന്നു കൊടുക്കുന്ന, മറ്റുള്ളവരുടെ വേദനകളെ കാണുന്ന ഉപവാസമാണ് ദൈവം സ്വീകരിക്കുന്നത്. ഹൃദയശുദ്ധിയോടെയും കരുണയോടെയും നാം നീതിയുടെ പാത തിരഞ്ഞെടുത്താൽ അതായിരിക്കും ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ നോമ്പും ഉപവാസവും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.